ഹലോ! ഈ റമദാനിന് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് മുട്ടയും ബണ്ണും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ട്ടോ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ട്ടോ. ഒരു മുട്ട വെച്ചിട്ടുള്ള സ്ക്രാമ്പിൾഡ് എഗ് ബണ്ണാണ് ട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഇഫ്താറിന് പെട്ടെന്ന് ഉണ്ടാക്കാം ട്ടോ. ടയേർഡൊക്കെ ആയിട്ടിരിക്കുമ്പോൾ വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് ട്ടോ. ടേസ്റ്റ് എന്ന് വെച്ചാൽ ചീസൊക്കെ മെൽറ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിന് ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. ഒരൊറ്റ മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചീസും ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ അത് എടുത്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ചീസി ഫ്ലഫി ആയിട്ടുള്ള ഒരു മുട്ടയൊക്കെ അകത്ത് വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോയാലോ? ആദ്യം തന്നെ നമ്മുടെ മുട്ടയുണ്ടല്ലോ, ഒരൊറ്റ മുട്ടയേ വേണ്ടിയുള്ളൂ. അത് നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കത്തില്ലേ? കുറച്ച് എണ്ണ ഒഴിച്ചേച്ച് സ്ക്രാമ്പിൾ ചെയ്ത് നന്നായിട്ട് എടുക്കാം ട്ടോ. നല്ല വലിയ കഷ്ണമാക്കാതെ ചെറിയ കഷ്ണമാക്കാം ട്ടോ. എന്നിട്ട് അതൊന്നെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് ആ ബട്ടറിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ടേബിൾ സ്പൂൺ ബട്ടറിനകത്തോട്ട് നമ്മൾ ആ കോൺഫ്ലോർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരുപാട് കരിയാതെ നോക്കണം. പിന്നെ കുറച്ച് പാൽ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത്ര അളവൊന്നുമില്ല, അതൊന്ന് കുഴഞ്ഞ് വരുന്ന ആ പരുവത്തിന് പാലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് കോൺഫ്ലോറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ട പോലെ പിടിക്കാതെ ഒരു പരുവത്തിലെടുക്കണം കേട്ടോ. നല്ല കട്ടയാവാതെ ഒരു മീഡിയം പരുവത്തിൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അതൊന്ന് വഴറ്റി നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് നമ്മൾ ആ കോൺഫ്ലോറും പാലിൻ്റെയും മിക്സർ ഒന്ന് നന്നായിട്ട് എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ക്രഷ് ചെയ്തെടുത്തത് അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ക്യാരറ്റും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു ക്രീമി ടെക്സ്ചർ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ. ഒരു ഹാഫ് ചീസ് മതിയാവും കേട്ടോ. ഹാഫ് ചീസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കും. ചീസ് ഇടുന്നത് കൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ചീസിനകത്ത് സാൾട്ടഡ് ആണ്, അപ്പം അതുകൂടെ ചേർത്ത് അതിനനുസരിച്ച് ഉപ്പ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ, അതോട് നെട്ട് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇത് ബ്രെഡിൻ്റെ കൂടെ ചുമ്മാ ഇങ്ങനെ കഴിക്കാനൊക്കെ എന്ത് രസമാണോ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി നമ്മൾ 2 ബണ്ണ് എടുക്കുന്നുണ്ട്. 2 ബണ്ണ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഈ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ പെട്ടെന്നൊരു സ്നാക്ക് റെഡിയാക്കണമെങ്കിൽ ഒക്കെ സമയമില്ലാത്ത സമയത്ത്, ചിലപ്പോൾ നല്ല ക്ഷീണമായിരിക്കുമല്ലോ, ആ സമയത്തൊക്കെ പെട്ടെന്ന് റമദാന് നമുക്ക് ഈസി ആയിട്ട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. എന്നാൽ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തെ ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് വെളിയിലെടുത്ത് കളയുന്നുണ്ട്. എന്നിട്ട് ആ ഉൾഭാഗത്താണ് നമ്മൾ ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബണ്ണ് ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തെ ഭാഗം എല്ലാം ഞാൻ കളയുന്നുണ്ട്. വെച്ചിട്ടുള്ള പല റെസിപ്പീസും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് മുട്ട വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് എന്ത് ടേസ്റ്റിൽ കഴിക്കാമെന്നോ, വീട്ടിൽ ഉള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ചീസും എല്ലാം കൂടെ, ചീസ് അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ബണ്ണിൽ നമ്മളിങ്ങനെ സ്റ്റഫ് ചെയ്ത് ഇത് മുട്ടയ്ക്ക് പകരം ചിക്കൻ ആഡ് ചെയ്യാം, ബീഫ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വെജീസ് മാത്രം ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്താൽ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാൻ മുട്ടയിൽ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നത്, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പം മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ബണ്ണ് അത്ര ഹെൽത്തി അല്ല എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും ബണ്ണ് എല്ലാവരുടെയും വീട്ടിൽ എവിടെയെങ്കിലും മാറിയിരിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ക്രീമി ടെക്സ്ചർ മുട്ടയും ചീസും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ മുട്ടയുടെ ഫില്ലിങ്സ് ബണ്ണിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ എണ്ണയിലിട്ട് മുക്കി പൊരിക്കുക ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അതിങ്ങനെ മെൽറ്റായി വന്നിട്ട് നമുക്ക് കഴിക്കാൻ നല്ല സ്വാദല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചീസ് കൂടെ ഇതിന് മുകളിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊന്ന് ഒരു 5 മിനിറ്റോളം വേണ്ട, ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ പാനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച്. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച നമ്മുടെ ബന്നുണ്ടല്ലോ, മുട്ടയുടെ ഫില്ലിങ്സോട് കൂടിയ ബണ്ണ് ഫ്രൈ പാനിലൊന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം അതിൻ്റെ ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അടിഭാഗം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തീ കുറച്ച് വെക്കണം കേട്ടോ. നമ്മുടെ ബണ്ണെല്ലാം ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബണ്ണെന്നോ ബർഗറെന്നോ എന്ത് വേണേലും വിളിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ
പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ശരിക്കും ഇതുപോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.